ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുംഫു പാണ്ട. ഈ സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പേര് കേൾക്കാതിരിക്കില്ല. എന്നാൽ ഒരുപാട് പേരൊക്കെ ഇത് വെറും ഒരു ആനിമേഷൻ മൂവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടിട്ടുമില്ല കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഗംഭീരമായ കഥ. സത്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര തമാശകളാണ്, അതുപോലെ തന്നെ ഭയങ്കര രസമുള്ള സ്റ്റോറിയാണ്. ശരിക്കൊരു മായാലോകം എന്നൊക്കെ പറയില്ലേ, ആ ലോകത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ആയിപ്പോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ കുംഫു പാണ്ടയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ പാണ്ഡയുടെ ആ ലോകത്തിലേക്ക് പോവല്ലേ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഭയങ്കര വീരനായിട്ടുള്ള കുംഫു കലയിലെല്ലാം അഗ്രഗണ്യനായിട്ടുള്ള ഒരു പാണ്ഡ വീരനെ കാണിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യോദ്ധാവ് അതാരാണെന്ന് തിരഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അവനങ്ങനെ ചുറ്റി നടക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ആ വീരൻ ഒരു ഹോട്ടലിൽ കയറി. അതേ നേരം തന്നെ ഒരു കാട്ടുപോത്ത് വന്ന് അവനോട് വെറുതെ ചൊറിയാൻ നിൽക്കുകയാണ്. വാടാ, എന്നോട് കളിക്കാൻ വാടാ, എന്നൊന്ന് തൊട്ടുവെക്കടാ, എന്നൊന്ന് തല്ലടാ. എന്നാൽ ആ സമയത്ത് വായിലേക്ക് അപ്പം കുത്തി തിരികുന്ന തിരക്കിലായിരുന്നു നമ്മുടെ ഈ ഒരു പാണ്ഡവീരൻ. അങ്ങനെ ആ തിരികല് കഴിഞ്ഞപ്പോ അവിടെ ഇട്ടൊരു പെട കൊടുക്കുന്നുണ്ട്. അവന് മാത്രല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാട്ടുപോത്തുകളുടെ മൂട്ടിലിട്ട് അടിക്കുകയാണ്. അടിച്ച് എന്താ പറയാ, എല്ലാത്തിനും തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 1000 എണ്ണം വന്നാലും ഈ പാണ്ഡവീരൻ അവൻ പിടിച്ചു നിൽക്കും. അവന്റെ ആ ഒരു വീരം കണ്ടിട്ട് ആ നാട്ടിലെ തന്നെ ഒരു കുംഫു ഗ്രൂപ്പ് ഉണ്ട്, ഫ്യൂരിയസ് 5. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണത്. അതിലൊരു ടൈഗ്രസ് ഉണ്ട്, മാസ്റ്റർ മങ്കി ഉണ്ട്, അതുപോലെ തന്നെ മാസ്റ്റർ ക്രെയിൻ ഒരു കൊക്കാണ്, പിന്നെ വൈപ്പർ ഒരു കുംഫു പാമ്പാണ്, പിന്നെ ഒരു പച്ചത്തുള്ളനെ തോന്നുന്നു മാൻഡിസ്. ഇവര് ഭയങ്കര കുംഫുവില് ആ നാട്ടിൽ ഫേമസ് ആണ്. അപ്പൊ അവരെല്ലാവരും വിളിക്കുന്നത് ഫ്യൂരിയസ് 5 എന്നാ. അപ്പൊ ഈ 5 പേരടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, പാണ്ഡവീരനെ കണ്ട് അയാളുടെ ആ ഒരു കഴിവ് കണ്ട് അയാളെ മാസ്റ്ററായിട്ട് സ്വീകരിക്കുകയാണ്. മാത്രല്ല പിന്നീട് ഇവരുടെ ടീമൊക്കെ കൂടിയിട്ട് 10,000-ഓളം വരുന്ന അസുരഗണങ്ങളെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്നാണ് ഈ പാണ്ഡവീരൻ ഒരു വിളി കേൾക്കുന്നത്. ഡാ മതിയടാ, എഴുന്നേക്കടാ. ഇത്ര പെട്ടെന്ന് തന്നെ രാവിലെ ആയോ? ഇതും പറഞ്ഞ് നമ്മുടെ പാണ്ഡച്ചൊക്കെ ചാടി എഴുന്നേൽക്കാണ്. ആ ബെഡിൽ നിന്നും മര്യാദക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അമ്മാതിരി ഒരു പൊണ്ണത്തടിയനാണ്. ഇവനാണ് ആരാ വേണ്ടത്, കുംഫു കലയില് അഗ്രഗണ്യരായിട്ടുള്ള ആ ഒരു ഫ്യൂരിയസ് 5യുടെ മാസ്റ്റർ ആവേണ്ടത്. രാവിലെ എഴുന്നേറ്റപാട് തന്നെ ഇവർ 5 പേരുടെയും ആ ഒരു ചെറിയ ചെറിയ ശില്പങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനെ തൊട്ട് വണങ്ങിയാണ് എഴുന്നേൽക്കുന്നത്. മാത്രല്ല ഇപ്പൊ അവന് വിളിച്ചത് ആരാന്നറിയോ? അവന്റെ അച്ഛനായിട്ടുള്ള മിസ്റ്റർ പിങ്, ഒരു വാത്ത് താറാവാണ്. അല്ല, ഈ പാണ്ഡയ്ക്ക് എങ്ങനെയാണ് താറാവ് അച്ഛനായിട്ട് വരികയെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവില്ലേ? ആ സംശയം കുറെ നാളായിട്ട് നമ്മുടെ പാണ്ഡയ്ക്കും ഉണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പാണ്ഡയോട് നീ എന്താണ് ഇത്രയും നേരെ എഴുന്നേൽക്കാൻ ചോദിച്ചപ്പോ അത് പിന്നെ അച്ഛാ, ഈ ന്യൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ സ്വപ്നം കാണുകയായിരുന്നെന്ന് നുണ പറയണം. ഈ ഒരു കാര്യത്തിൽ നീ അഗ്രഗണ്യനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഈ കട ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാണ്. എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് എനിക്ക് പകർന്നു തന്ന ആ ഒരു രഹസ്യ കൂട്ടുണ്ടല്ലോ, അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്താ ഈ പാത്രങ്ങൾ മുഴുവൻ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നു പറയണം. എന്നാൽ പാവം നമ്മുടെ ഈ ഒരു പാണ്ഡയ്ക്ക് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇത് തിന്നുന്ന കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. അവന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കുംഫു വാരിയറായി മാറണം, ഒരു മാസ്റ്റർ ആവണം. പിന്നീട് ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സമയത്ത് മലയുടെ മുകളിലായിട്ട് കാണുന്ന ആ ഒരു കുംഫു ടെമ്പിൾ ഉണ്ടല്ലോ, അത് നോക്കി ഭയങ്കര സങ്കടത്തിലാണ് അവൻ പോകുന്നത്. ഇതിനുശേഷം ആ ഒരു ടെമ്പിളിൽ കാണിക്കുകയാണ് അവിടുത്തെ മാസ്റ്റർ ആയിട്ടുള്ള ഷിഫു. ആളൊരു എലിയാണ് കേട്ടോ, എന്നാലും ആളൊരു മാസ്റ്റർ ആണ്. അപ്പൊ നല്ല ഭംഗിയില് ഭയങ്കര ശാന്തമായിരുന്നു കൊണ്ട് മാസ്റ്റർ ഷിഫു ആ ഓടക്കുഴൽ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്യൂരിയസ് 5 എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു അപ്രതീക്ഷിതമായിട്ട് വന്ന് മാസ്റ്റർ ഷിഫുവിനെ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ ഈ 5 എണ്ണത്തിനെയും വളരെ നിസ്സാരമായിട്ട് തന്നെ മാസ്റ്റർ ഷിഫു നേരിടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് അവര് തോറ്റപ്പോ ഷിഫു പറയാണ്, ഇത്തവണയും നിങ്ങളുടെ അറ്റാക്ക് പോരാട്ടാ, കുറച്ചുകൂടെ വേഗത്തില് അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല പോരാളികളാവാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. അതായത് മാസ്റ്റർ ഷിഫുവിന്റെ ശിഷ്യന്മാരാണ് ഈ 5 പേരും. ഈ നേരത്താണ് മാസ്റ്റർ ഷിഫു ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തന്നെ മാസ്റ്റർ ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഊഗ്വേ അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്. ഓടി ചെല്ലുകയാണ് അങ്ങോട്ടേക്ക്. കാരണം ഊഗ്വേയോട് ഷിഫുവിന് അത്രയും റെസ്പെക്ട് ആണ്. മാത്രമല്ല ഷിഫു ഇപ്പോൾ ആ ഒരു ടെമ്പിളിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഊഗ്വേ മാസ്റ്റർ ഒരു ആമയാണ് കേട്ടോ. അവിടെ ഒരു 10,000 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് ഷിഫു ചോദിച്ചപ്പോൾ ഊഗ്വേ പറയാണ്, ഞാൻ ഈ മെഴുകുതിരി ഒന്ന് കെടുത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയിൽ നിന്ന് ഊതാൻ തുടങ്ങുകയാണ്. ഫു ഫു ഫു. ഇതിങ്ങനെ ഊതി കെട്ടി വരുമ്പോഴേക്കും ഒരു കൊല്ലം കഴിയും. ഇപ്പൊ നമ്മുടെ ഷിഫു എന്ത് ചെയ്തു, അവന്റെ ആ ഒരു ആയോധന കല ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫും അതിന്റെ ഒരു കാറ്റോടലാണ് എല്ലാം കൂടെ ഒറ്റയടിക്കാണ്ട് കെട്ടുപോകുന്നുണ്ട്. പിന്നീട് ഷിഫു ചോദിക്കുന്നുണ്ട്, മാസ്റ്റർ എന്താ കാര്യം? ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ ഊഗ്വേ ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ രക്ഷപ്പെട്ട് അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ്. ആരാണെന്ന് ഷിഫു ചോദിച്ചപ്പോ തായിലാങ്. അവൻ രക്ഷപ്പെട്ട് ആ ജയിലിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്കൊരു ഉൾവിളി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഷിഫു ചോദിക്കുകയാണ്, തായിലങ്ങോ? അവൻ ഒരിക്കലും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം അവൻ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു ജയിൽ അത്രയും സുരക്ഷിതമാണ്. എന്തായാലും മാസ്റ്റർ ഊഗ്വേ, നിങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ കാവൽ ഒന്നുകൂടെ ശക്തമാക്കാൻ ഞാൻ എന്റെ ഒരു ദൂതനെ അങ്ങോട്ടേക്ക് അയക്കാന്ന് പറഞ്ഞിട്ട് ഒരു കൊക്കിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട സമയത്ത്
ഊഗ്വേ മാസ്റ്റർ പറയാണ്, അല്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിന്റെ മണ്ട എന്താ വർക്ക് ആവുന്നില്ലേ? അവിടുത്തെ കാവലെല്ലാം ശക്തമാക്കേണ്ടത് അവനൊത്തൊരു പോരാളിയാണ് നീ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതും പറഞ്ഞ് മുകളിലുണ്ടായിരുന്ന, അതായത് ആ അമ്പലത്തിന്റെ മുകളിലായിട്ട് ഒരു ഡ്രാഗന്റെ ശില്പമുണ്ട്. ആ ശില്പത്തിന്റെ വായിലായിട്ട് ഒരു ഡ്രാഗൺ സ്ക്രോൾ ഉണ്ട്. അത് നോക്കി ഗ്രാൻഡ് മാസ്റ്റർ ഊഗ്വേ അങ്ങനെ നിൽക്കുമ്പോൾ മാസ്റ്റർ ഷിഫു പറയാണ്, എനിക്ക് മനസ്സിലായി, പക്ഷേ മാസ്റ്റർ പറയുന്നത് പോലെ ഒരു ഡ്രാഗൺ വാരിയറെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ ഒരാളെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഇപ്പൊ ഊഗ്വേ മാസ്റ്റർ പറയാണ്, അതെന്റെ തെറ്റല്ല. അതിനർത്ഥം എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡ്രാഗൺ വാരിയറെ ഉണ്ടാക്കണം. അതിനുള്ള ചുമതല ഷിഫുവിന് ഊഗ്വേ കൊടുത്തിരിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഹോട്ടലിൽ ന്യൂഡിൽസും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുംഫു പാണ്ഡെയാണ്. കുംഫു പാണ്ഡെ ഇപ്പൊ ആയിട്ടില്ലാട്ടോ, വെറും പാണ്ഡെയാണ്. ഈ സമയത്താണ് മുകളിലെ ആ ഒരു കുംഫു ടെമ്പിളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അതിനർത്ഥം ഡ്രാഗൺ വാരിയറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവാന്നാ. ഇപ്പൊ പാണ്ഡെ വേഗം തന്നെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോട് പറയണം, വേഗം വിട്ടോ, ആരാണ് ഡ്രാഗൺ വാരിയർ ആവുക എന്നത് കാണണ്ടേ നിങ്ങൾക്ക്. എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം പാണ്ഡ്യയും പോവാൻ നിൽക്കുമ്പോൾ മിസ്റ്റർ പിങ്ക്, അതായത് അവന്റെ തന്ത പറയണ, മോനെ വെറുതെ അങ്ങോട്ടേക്ക് പോകണ്ട, പോകുമ്പോ ന്യൂഡിൽസിന്റെ ഈ ബക്കറ്റും കൂടെ കൊണ്ടുപോയിക്കോ. അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതാ ഈ സാധനങ്ങൾ വിറ്റ് കാശുണ്ടാക്കി വന്നി. പാവം നമ്മുടെ പാണ്ഡ ആ ഒരു വലിയ സാധനം വലിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു 10,000 സ്റ്റെപ്പ് ആയിട്ടുണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. കുറച്ചു നേരം അവൻ മെനക്കെട്ട് വലിച്ചു നോക്കിയിട്ടും 4-5 സ്റ്റെപ്പ് അല്ലാതെ അവനിട്ട് കയറാൻ പറ്റുന്നില്ല. അവസാനം അവൻ വിചാരിക്കുകയാണ്, ഇതൊന്നും വേണ്ട, ഓടിപ്പോയി അവിടുത്തെ അവസ്ഥ എന്താ ഒന്ന് നോക്കിയിട്ട് വരാന്ന്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് അവൻ ഒറ്റയ്ക്ക് കയറാൻ തുടങ്ങുന്നത്, അതായത് ഈ സാധനങ്ങളില്ലാതെ. അങ്ങനെ ആ ഒരു കുംഫു ടെമ്പിളിലേക്ക് വന്ന എല്ലാ ആൾക്കാരുടെയും അടുത്തേക്ക് മാസ്റ്റർ ഊഗ്വേ അതുപോലെ തന്നെ മാസ്റ്റർ ഷിഫു രണ്ടുപേരും വരുന്നുണ്ട്. അപ്പൊ ഊഗ്വേ ഷിഫുവിനോട് ഒരു കാര്യം പറയാണ്, ഈ ഡ്രാഗൺ വാരിയർ അയാളെ തെരഞ്ഞെടുക്കുന്നതിലൂടെ നല്ലൊരു യോദ്ധാവിന് മാത്രമല്ല ഷിഫു, നിന്റെ മനസ്സിനും കൂടിയാണ് സമാധാനം കിട്ടാൻ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. എല്ലാം ഉൾക്കാഴ്ചയിലൂടെ കാണാൻ പറ്റുന്ന ഊഗ്വേ ഈ കാര്യം ഷിഫുവിനോട് പറയാണ്. ഇതേ നേരം തന്നെ ടെമ്പിളിന്റെ ആ ഒരു ഡോറിന്റെ അരികിലേക്ക് പാണ്ഡ ഓടി വരികയാണ് കേട്ടോ. അത് തുറന്ന് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും വാതില് ക്ലോസ് ആയി പോവാണ്. അത് തട്ടി ഞാനുണ്ടേ എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. ഡോറ് ക്ലോസ് ചെയ്തു പോയി. അതുപോലെ തന്നെ അവിടുത്തെ ചുമരില് ഒരു ഓട്ട കാണുന്നുണ്ട്. അതിലൂടെ നോക്കാന്ന് കരുതിയിട്ട് എങ്ങനെയൊക്കെയോ വലിച്ചു പിടിച്ച് കയറി. അതിലൂടെ അങ്ങനെ ഉള്ളിൽ നടക്കുന്ന കാര്യം അതെന്താണെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഫ്യൂരിയസ് 5 അവരുടെ എൻട്രി. സോ ആ ഒരു കാറ്റിൽ ഇതിന്റെ ഡോറും അടഞ്ഞു പോവാണ്. ഇതിനുശേഷം ആ വലിയ വാതിലുണ്ടല്ലോ, അതിന്റെ വിടവിലൂടെ നോക്കാന്ന് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഏതോ ഒരുത്തിന്റെ ഹൗസിംഗ് കൊണ്ടിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. ഇതും കഴിഞ്ഞു ഒരു മുളവാടി എടുത്ത് ഇതിങ്ങനെ വളച്ച് മറ്റേ ആൾക്കാർ കള്ളന്മാരൊക്കെ തുള്ളൂല്ലേ, അതുപോലെ തുള്ളാന്ന് വെച്ച് ഇതിങ്ങനെ വളക്കുമ്പോൾ സാധനം പൊട്ടി ചുമരി പോയ ഒരേറ്റടിയാണ്. പാവം നമ്മുടെ പാണ്ഡ ഈ പൊണ്ണത്തടിയും വെച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ. ഇതേ നേരം തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ഊഗ്വേ അദ്ദേഹം മുന്നോട്ടേക്ക് വന്നിട്ട്, ആ ഒരു ഡ്രാഗൺ വാരിയറെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അധികം വൈകാതെ അവനെ ഞാൻ കാണുന്നു വിളിച്ചു പറയണം. ഇതുകൂടി ആയപ്പോ പാണ്ഡയ്ക്ക് ഭയങ്കര ആവേശമാവുകയാണ്. അവൻ മരത്തിലൂടെയൊക്കെ കയറി അപ്പുറത്തേക്ക് ചാടാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അവസാനം അവിടെ ചെറിയൊരു മരത്തിന്റെ ചെയറുണ്ടായിരുന്നു. ഇതിന്റെ അടിയിൽ കുറെ പൂത്തിരിയും പടക്കൊക്കെ വെച്ച് ഒരു വാണം പോലെ മുകളിലേക്ക് പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ചാടാം എന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ അവന്റെ തന്ത മിസ്റ്റർ പിങ്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല ചക്ക, നിന്നോട് ഈ ന്യൂഡിൽസ് വെക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോൾ നീ എന്താ ഈ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ പാണ്ഡയ്ക്ക് ദേഷ്യം വരികയാണ്. അച്ഛാ, എനിക്ക് ഈ ന്യൂഡിൽസ് വെക്കുന്ന പരിപാടിയൊന്നും തീരെ ഇഷ്ടാവുന്നില്ല, എനിക്ക് കുംഫു ആണ് ഇഷ്ടം, എനിക്ക് കുംഫു മതി. അച്ഛൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഈ വാണത്തിന് ഒന്ന് തിരി കൊടുക്കുന്ന പറയണം. അങ്ങനെ തിരി കൊടുത്തു. പക്ഷെ ആ തീ വരെ കെട്ടുപോണ്. അത്രയും ഭാഗ്യമില്ലാത്തവനാണ് നമ്മുടെ പാണ്ഡ. ആ വിഷമത്തിൽ അവൻ ചെരിഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ആ നേരം നോക്കിയിട്ട് വാണത്തിന് തീ പിടിക്കുന്നുണ്ട്. ഇതൊരൊറ്റ പോക്കാണ്. കുത്തനെ വെക്കേണ്ട വാണം അത് ചെരിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? പാവം നമ്മുടെ പാണ്ഡ അവിടെ ചുമരുണ്ടായിരുന്നു. ആ ചുമരിൽ പോയിട്ട് അവന്റെ മോന്തങ്ങനെ കിടന്ന് ഒരയാണ് നിലവിളിച്ച് കരയുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ പിന്നീട് വാണം നേരെ മുകളിലേക്ക് പൊന്തിയിട്ട് ആ ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അവൻ തെറിച്ച് വന്ന് വീഴാണ്. ഇതേ സമയത്ത് ഊഗ്വേ മാസ്റ്റർ ആരാണ് ഡ്രാഗൺ വാരിയർ എന്നറിയാൻ വേണ്ടി കൈ ചൂണ്ടുമ്പോൾ ആ കൈക്ക് മുന്നിലാണ് നമ്മുടെ പാണ്ഡ വന്ന് വീഴുന്നത്. പിന്നീട് പതിയെ നമ്മുടെ പാണ്ഡയുടെ കൈ പിടിച്ച്, യെസ്, ഞാൻ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, ഇവനാണ് ഡ്രാഗൺ വാരിയർ എന്ന് പറയുന്നത്. ഇത് കേട്ടപാട് നമ്മുടെ പാണ്ഡയുടെ തന്തയുണ്ടല്ലോ മിസ്റ്റർ പിങ്ക്, അയാള് വരെ ഞെട്ടിപ്പോവാണ്. അതുപോലെ തന്നെ ഫ്യൂരിയസ് 5 അവരുടെ കൂട്ടത്തിലെ എല്ലാവരും, മാസ്റ്റർ ഷിഫു എന്തിനു പറയണം, നമ്മുടെ പാണ്ഡ വരെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഡ്രാഗൺ വാരിയർ ഞാനോ? അയ്യോ അമ്മേ, തല കറങ്ങുന്നേ. എന്തായാലും അവിടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ പാണ്ഡയെ കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു പല്ലക്ക് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പല്ലക്ക് ചുമക്കുന്നത് കുറച്ച് പക്ഷികളാണ്. എന്ന് ഇവനെ ഇട്ട് പൊക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? പണ്ടാരം ഡ്രാഗൺ വാരിയർ വല്ല പക്ഷിയായാൽ മതിയായിരുന്നു. അങ്ങനെ പ്രാഗിക്കൊണ്ട് നമ്മുടെ ഡ്രാഗൺ വാരിയർ, അതായത് പാണ്ഡെ, ഈ പക്ഷികൾ ആ ഒരു പല്ലക്കിൽ അങ്ങനെ കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ മാസ്റ്റർ ഷിഫു വന്നിട്ട് ഉഗ്വേയോട് പറയാണ്, മാസ്റ്റർ എന്താണ് പറ്റിയത്? നിങ്ങൾ ആ ഒരു ടൈഗ്രസിനെ തിരഞ്ഞെടുക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയോ മുകളിൽ നിന്നും ഈ പാണ്ഡ താഴേക്ക് വന്ന് വീണതാണ്, അവനെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ, അതൊരു അബദ്ധം മാത്രമാണെന്ന് പറയാണ്. ഈ സമയത്ത് മാസ്റ്റർ ഊഗ്വേ പറയാണ്, എന്ത് നടന്നാലും അതിനൊരു കാരണം ഉണ്ടാവും മോനെ. മാസ്റ്റർ ഷിഫു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്, കാലം നിങ്ങൾക്കായിട്ടുള്ള മറുപടികൾ തരും. ഇതേ നേരം തന്നെ പല്ലക്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ പാണ്ഡയുണ്ടല്ലോ, അവൻ ആ ഒരു പല്ലക്കിന്റെ അടിഭാഗം എല്ലാം പൊട്ടി താഴേക്ക് വീഴാണ്. പക്ഷികൾ അവിടുന്ന് മാറിക്കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പന്നികൾ വന്നിട്ട് അവൻ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവനെയൊക്കെ പൊക്കണമെങ്കിൽ പന്നികൾ തന്നെ വേണം. ഇതേ നേരം തന്നെ മാസ്റ്റർ ഷിഫുവിന്റെ അടുത്തേക്ക് നമ്മുടെ ടൈഗ്രസ് വന്നിട്ട് പറയാണ്, സോറി, എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ഷിഫു പറയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, എന്നോട് മാപ്പ് പറയണ്ട, ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞോളാം. നാളെ എന്റെ പ്രാക്ടീസ് കണ്ടിട്ട് ഈ പാണ്ഡ ഇവിടുന്ന് പാഞ്ഞ്
ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ. എന്തായാലും ഇതിനുശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ആ ഒരു ജയില് കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് സന്ദേശം അയക്കാനായിട്ട് ഷിഫുവിന്റെ ദൂതനായിട്ടുള്ള ആ പറവ് പോയിട്ടുണ്ട്. അവിടുത്തെ ജയിൽ വാർഡൻ ഒരു കണ്ടാമൃഗമാണ്. അപ്പൊ കണ്ടാമൃഗത്തിനോട് ഷിഫു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ തായ്ലങ് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്, കാവല് ശക്തമാക്കണം. ഇത് കണ്ട് ദേഷ്യം വന്ന കണ്ടാമൃഗം പറയാണ്, 1000 കാവൽക്കാരുണ്ട്, ഇനിയും കൂട്ടണോ? ഇവന്റെ ആ ഒരു ദേഷ്യമെല്ലാം കണ്ട് പാവം പറവ ഒന്ന് ഞെട്ടിപ്പോവാണ്. അതിന്റെ ഒരു തൂവല് അതിന്റെ ദേഹത്ത് നടന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു പറവയും കൂട്ടിയിട്ട് കണ്ടാമൃഗം നേരെ താഴേക്ക് ചെല്ലുകയാണ്. അവിടെ വലിയൊരു ജയിലിൽ അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ തായ്ലങ്ങിനെ അവരങ്ങനെ പൂട്ടി വെച്ചിരിക്കുകയാണ്. പിന്നീട് തായ്ലങ്ങിനോട് പറയാണ്, നിന്റെ മാസ്റ്റർ ഉണ്ടല്ലോ, മാസ്റ്റർ ഷിഫു, അദ്ദേഹം ഒരു ഡ്രാഗൺ വാരിയർ ഉണ്ടാക്കാൻ പോവാണ്. അതുപോലെ തന്നെ ആ ഒരു ഡ്രാഗൺ സ്ക്രോൾ അവന് നൽകാനും പോവാണ്. തായ്ലങ്ങിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ആ ഡ്രാഗൺ സ്ക്രോൾ. അത് സ്വന്തമാക്കണം എന്നാണ് ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വരാതിരിക്കോ? എന്നാൽ ദേഷ്യത്തിൽ അവനങ്ങനെ തിളക്കുന്നുണ്ടെങ്കിലും അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കണ്ട് കണ്ടാമൃഗം പറയാണ്, കണ്ടോ, ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രല്ല ഇവിടെ ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് പോകാനായിട്ട്. അവിടെ ഞങ്ങൾ എല്ലാവരും ശക്തമായ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരവിടുന്ന് പോകുമ്പോൾ നേരത്തെ മുകളിൽ നിന്നും ഈ പറവയുടെ ഒരു തൂവല് താഴേട്ട് വീണില്ലേ, ആ തൂവല് തായ്ലങ് അവന്റെ ആ ഒരു വാല് കൊണ്ട് ചുരുട്ടി പിടിച്ചെടുക്കുകയാണ്. ഇതിനുശേഷം ആ ഒരു കുംഫു ടെമ്പിളിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. എല്ലാ പന്നികളും കൂടിയിട്ട് നമ്മുടെ പാണ്ഡെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുത്തല്ലോ. ഇതിനുശേഷം പാണ്ഡെയുടെ അടുത്തേക്ക് മാസ്റ്റർ ഷിഫു വരുന്നുണ്ട്. ഷിഫു വിളിച്ച പാടിന് അവൻ ഒറ്റ തിരിയലാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു മൺകോജ നിലത്ത് വീണ് പൊട്ടുന്നുണ്ട്. അപ്പൊ അത് വേഗം പെറുക്കി എടുക്കുമ്പോൾ ഷിഫു അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ഇത് കണ്ട പാടിനെ പാണ്ഡ പറയണ, ഈ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും പശ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇത് ഒട്ടിച്ചേരാന്ന് പറയണം. ഇവന്റെ സില്ലി ആയിട്ടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട സമയത്ത് ഷിഫു പറയണം, നീ എന്താ കരുതിയത് ഡ്രാഗൺ വാരിയർ അത് വെറൊരു തമാശയാണെന്നോ? ദാ ആ മുകളിൽ കാണുന്ന ഡ്രാഗൺ സ്ക്രോൾ ഉണ്ടല്ലോ, അതുവരെ എടുക്കാൻ പറ്റുന്ന ഒരു യോദ്ധാവാണ് ഡ്രാഗൺ വാരിയർ. ഓ, അത് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാന്നിപ്പോ പാണ്ഡ പറയാണ്. ഒരു ഏണി തന്നാ മതി, ഞാൻ കയറിയിട്ട് അത് എടുക്കാം. നീ ഒരു മണ്ടൻ തന്നെ, അത് നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണോ? ഈ ഡ്രാഗൺ സ്ക്രോൾ എടുക്കണമെങ്കിൽ അതിന് നീ ആദ്യം ഒരു ഡ്രാഗൺ വാരിയർ ആവണം. അത് അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനുശേഷം ഫ്യൂരിയസ് 5 അവർ 5 പേരും പ്രാക്ടീസ് ചെയ്യുന്ന ആ റൂമിലേക്ക് ഇപ്പൊ പാണ്ഡ പോവാണ്. കൂടെ തന്നെ ഷിഫു ഉണ്ട്. ഇവരുടെയൊക്കെ ഈ ഒരു പ്രാക്ടീസ് കാണുമ്പോൾ പേടിച്ചോടുമെന്നാണ് ഷിഫു വിചാരിച്ചത്. എന്നാൽ പാണ്ഡ അവിടെ അങ്ങനെ വലിഞ്ഞു കയറി ഒട്ടി നിൽക്കുകയാണ്. ഞാനും ഇവരുടെ കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ ഈ പഞ്ചിങ്ങിനായിട്ടുള്ള ഒരു ബാഗ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോ നിനക്ക് എന്തൊക്കെ അറിയാം ഒന്ന് കാണിച്ചു തന്നേന്ന് പറയണേ. ഇപ്പൊ പാണ്ഡ പറയണ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്നാലും ഗുരുവേ ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഏയ് അതൊന്നും പറ്റില്ല, ആദ്യം നിനക്ക് എന്താ അറിയുന്നത് അത് ആദ്യം കാണിക്കുന്നു പറയണേ. ഇപ്പൊ അവിടെ ഒരു പഞ്ചിങ് ബാഗ് ഉണ്ടായിരുന്നല്ലോ, സോ അതിലേക്ക് ഞാൻ പഞ്ച് ചെയ്യാന്ന് പറയണേ. എടാ അത് കുട്ടികൾക്കല്ലേ, എന്നാലും കുഴപ്പമില്ല, നീ പഞ്ച് ചെയ്യുന്ന പറയണം. അന്നാ മാസ്റ്ററെ നോക്കിക്കോ, ഹാ ഹി ഹി ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ചെറുതായിട്ട് ടിങ് എന്നിട്ടൊന്ന് തൊടുകയാണ്. ഇതെന്താടാ അതിനെ തലോടുകയെ? ഇടിക്കടാന്ന് പറഞ്ഞപ്പോ പാണ്ഡ ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. കണ്ടോ തെറിച്ചു പോയത് കണ്ടോ? എന്നാൽ ആ ഇടിച്ച സാധനം അതുപോലെ തന്നെ റിട്ടേൺ അടിച്ച് അവന്റെ മുഖത്ത് വന്ന് ഇടിക്കുകയാണ്. തെറിച്ചു പോയിട്ട് ഈ ഫ്യൂരിയസ് 5 അവർ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. പിന്നെ നിലം തൊടാൻ പറ്റിയിട്ടില്ല, എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മെഷീൻസ് അവനെ. ഇതിന്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കണലും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് വെച്ചായിരുന്നു, അതിൽ പോയി വീഴാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ നിരങ്ങി പാവം നമ്മുടെ പാണ്ഡ വരുമ്പോൾ മൂട്ടില് മുഴുവൻ തീയാണ്, ചന്തിയൊക്കെ കരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഒരു ഇച്ചിരി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അവന്റെ കടയിൽ തന്നെ കൊണ്ടുപോയി വെക്കാം, നല്ല അൽഫാമാക്കാന്നേ. എന്തായാലും ഈ അവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ പാണ്ഡയെ നോക്കിയിട്ട് മാസ്റ്റർ പറയണം, നിനക്ക് എന്തായാലും തുടക്കം മുതലേ കാര്യങ്ങൾ പറഞ്ഞു തരണം അല്ലേ? എന്തായാലും ഇന്ന് പോയി കിടന്നുറങ്ങ്, നമുക്ക് നാളെ മുതൽ തുടങ്ങാന്ന് പറയണം. അങ്ങനെ ഫ്യൂരിയസ് 5 അവർ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. പിന്നാലെ തന്നെ നമ്മുടെ പാണ്ഡയും പോകുന്നുണ്ട്. എന്നാൽ ഇവർ 5 പേരും അവനെ മൈൻഡ് ആക്കുന്നില്ല. പോരാത്തതിന് അവനെ കുറെ കളിയാക്കുന്നുണ്ട്. ഇതിനുശേഷം കിടക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയപ്പോൾ ആരും അവരുടെ മുറിയിലേക്ക് ഇവനെ കയറ്റുന്നില്ല. എല്ലാവരും നല്ല പച്ചക്ക് തന്നെ അവനെ അപമാനിക്കുകയാണ്. ടൈഗ്രസ്, മാസ്റ്റർ മങ്കി, മാസ്റ്റർ ക്രെയിന്, വൈപ്പർ, എന്തിനു പറയണം മാൻഡീസ് എന്ന് പറഞ്ഞാൽ ഒരു പച്ചത്തുള്ളം വരെ അവനെ അപമാനിക്കുകയാണ്. ആകെ വിഷമമായിട്ട് അവിടെ തന്നെ ഒരു പീച്ച് മരം ഉണ്ടായിരുന്നു. അതിന്റെ ചുവട്ടിൽ പോയിരുന്നു. അവന്റെ വിഷമം കാരണം ആ പീച്ച് മരത്തിലെ കായ്കൾ മുഴുവനായിട്ടും അണ്ണാക്കിലേക്ക് കുത്തി തിരികെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന്റെ അടുത്തേക്ക് ഗ്രാൻഡ് മാസ്റ്റർ ഓഗ്വേ വരുന്നുണ്ട്. നിനക്ക് വിഷമം വന്നാൽ നീ ഇതുപോലെ വല്ലാണ്ട് തിന്നുകളയല്ലേ? ഇപ്പൊ പാണ്ഡ അവന്റെ വിഷമങ്ങളൊക്കെ പറയാണ്, അതേ മാസ്റ്റർ, എനിക്ക് ആരും ഒരു വില തരുന്നില്ല. മാസ്റ്റർ ഷിഫു പോലും എന്നെ ഒരു വിദ്യാർത്ഥിയായിട്ട് കണക്കാക്കുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ ഓഗ്വേ പറയാണ്, പാണ്ഡ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കാലം അതിനുള്ള മറുപടി അദ്ദേഹത്തിനും നിനക്കും തരുന്നു പറയണം. എന്താണ് ഓഗ്വേ മാസ്റ്റർ ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായില്ല. പോവാൻ നേരത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടി വെച്ച് ആ മരത്തിൽ തട്ടി ഒരു പീച്ചിന്റെ കായ കൂടെ അവന് കൊടുത്തിട്ട് മാസ്റ്റർ അവിടുന്ന് പോവാണ്. എന്താണ് ശരിക്കും മാസ്റ്റർ ഉദ്ദേശിച്ചതെന്ന് പാണ്ഡയ്ക്ക് ഇവിടെ വെച്ച് മനസ്സിലായില്ല കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ആ ഒരു ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്ന തായ്ലങ്ങിനെയാണ്. അവന് കിട്ടിയ ആ ഒരു ചെറിയ തൂവലുണ്ടല്ലോ, ആ തൂവൽ ഉപയോഗിച്ചുകൊണ്ട് ആമപ്പൂട്ടാണ് അവന് പൂട്ടിയിരിക്കുന്ന ആ ഒരു പൂട്ടിന്റെ പേര്. ആ പൂട്ട് തന്നെ അവൻ ബ്രേക്ക് ചെയ്യാണ്. പക്ഷെ ഇപ്പോഴും കയ്യിൽ ചങ്ങലയുണ്ട്. ഇവൻ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ മുകളിലെ പട്ടാളക്കാര് അവന് നേരെ ഈ കുന്തം എറിയുന്നുണ്ട്. ആ കുന്തം ഉപയോഗിച്ചു തന്നെ ഈ ചങ്ങല അവൻ പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് ആ കുന്തവുമായിട്ട് അവൻ മുകളിലേക്ക് അങ്ങനെ കയറി വരികയാണ്. ആമപ്പൂട്ട് അത് ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് തായ്ലങ്ങിനെ തടുക്കാനായിട്ട് ആർക്കും കഴിയില്ല. ആ കുന്തം ഓരോന്നും ചുമരിൽ തറച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി വരികയാണ്. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയ സമയത്ത് അവിടെ ഒരുപാട് കാവൽക്കാരുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഒറ്റയ്ക്ക് തന്നെ തായ്ലങ് നേരിടുകയാണ്. ഈ സമയത്ത് ആ വാർഡൻ ഉണ്ടല്ലോ, കണ്ടാമൃഗം പറയാണ്, ഇത് താണ്ടിക്കൊണ്ട് നിനക്ക് ഇപ്പുറത്തേക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നേരത്തെ സെറ്റ്
ചെയ്ത് വെച്ച ആ ഒരു പടക്കങ്ങൾ പൊട്ടിക്കുകയാണ്. അതോടുകൂടി മുകളിലുണ്ടായിരുന്ന ആ ഒരു കല്ലെല്ലാം പൊട്ടി താഴേക്ക് വീണ് ആ പാലം പൊട്ടി തകർന്നു പോവാണ്. എന്നാൽ തകർന്നു വീഴുന്ന ഓരോ കല്ലിലും ചവിട്ടി 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 അവസാനം ഈ വാർഡനായിട്ടുള്ള കണ്ടാമൃഗം ഉണ്ടല്ലോ അതിന്റെ നെഞ്ചത്തേക്ക് തന്നെ വന്ന് നിൽക്കുകയാണ് തായ്ലങ്. മാത്രമല്ല നമ്മുടെ ഷിഫു അയച്ച ആ ഒരു ദൂതനായിട്ടുള്ള പക്ഷി അവിടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും തായ്ലങ് അവൻ ഒരേറ്റപ്പെടുത്താണ്. എന്നിട്ട് പറയാണ്, യഥാർത്ഥ ഡ്രാഗൺ വാരിയർ അവൻ വരുന്നുണ്ടെന്ന് നീ പോയിട്ട് നിന്റെ മാസ്റ്റർ ഷിഫുവിനോട് പോയി പറയണം. ഇതും പറഞ്ഞ് തായ്ലങ് ആ ഒരു പക്ഷിയെ വെറുതെ വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മാസ്റ്റർ ഷിഫു അതുപോലെ തന്നെ ഫ്യൂരിയസ് 5 അവർ 5 പേരും വന്നു നോക്കുമ്പോൾ നമ്മുടെ പാണ്ഡയെ കാണാനില്ല. അവൻ മിക്കവാറും നാട് വിട്ടിട്ടുണ്ടാവും എന്നിവർ കരുതിയിട്ട് നേരെ പരിശീലനം നടത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്തായാലും പുതിയൊരു ഡ്രാഗൺ വാരിയറെ കണ്ടുപിടിക്കണം. ഈ കാര്യം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഈ ഫ്യൂരിയസ് 5 അവരോട് പറഞ്ഞുകൊണ്ടാണ് ഷിഫു അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഇവരെക്കാളൊക്കെ മുന്നേ നമ്മുടെ പാണ്ഡ വന്നിട്ടുണ്ട്. കാലും വിരിച്ചങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഷിഫു പറയാണ്, നീ എന്ത് ഈ കാണിക്കുന്നത്? ഒരുപാട് നാളത്തെ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ കാലകത്തി നിന്ന് പോരാടാൻ കഴിയുള്ളൂ. ഇതും പറഞ്ഞ് 2 ബൗൾ എടുത്ത് മുകളിലേക്ക് എറിയുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ടൈഗ്രസ് മുകളിലേക്ക് ചാടി 2 കാലും വിടർത്തി അത് ചവിട്ടി പൊളിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വർഷത്തെ പരിശീലനത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു വിദ്യ അവള് പഠിക്കുന്നതന്നെ. ടൈഗ്രസ് ഒരു പെണ്ണാണ് കേട്ടാ. ഇതിനുശേഷം അവന് നേരെ പോരാടാൻ വരുന്നത് മറ്റേ പാമ്പുണ്ടല്ലോ വൈപ്പർ, അവനാണ്. വൈപ്പറിനാണെങ്കിൽ നല്ല മെയ്വഴക്കാണ്. ആ മെയ്വഴക്കം വെച്ച് പാവം നമ്മുടെ പാണ്ഡെ എടുത്തിട്ട് എറിയുന്നുണ്ട് കേട്ടോ. ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടുകയാണ്. അവസാനം തലകീഴായിട്ട് വന്ന് വീണ സമയത്ത് പാണ്ഡ പറയണ്, നീ നല്ല യോദ്ധാവാട്ടോ വൈപ്പറേ. ഇത് കഴിഞ്ഞ് പാണ്ഡയെ തല്ലാൻ വരുന്നത്, സോറി പാണ്ഡയ്ക്കെതിരെ പോരാടാൻ വരുന്നത് മറ്റാരുമല്ല മാസ്റ്റർ മങ്കിയാണ്. പറയാണ്ടോ ആ വടി കൊണ്ട് നെരിവട്ട അടി കിട്ടുന്നുണ്ട്. അടി കൊണ്ട് ഒരു പരിവായ സ്ഥിതിക്ക് ഇനി അടുത്ത ആള് വരട്ടെ എന്ന് പറയാണ് മാസ്റ്റർ ക്രെയിൻ, അതായത് ആ ഒരു കൊക്ക്. എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്തിനു പറയണം, മറ്റേ പച്ചത്തുള്ളനുണ്ടല്ലോ മാൻഡിസ്, അവന്റെ കയ്യിൽ നിന്ന് വരെ നല്ല പെട കിട്ടുകയാണ്. ഇനി അവസാനം വരുന്നത് ടൈഗ്രസ്, അവളാണ്. പക്ഷെ ആ ഒരു അവസരം വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഷിഫു നേരെ ചെല്ലുകയാണ്. ഒരു വിരൽ തുമ്പിൽ ഈ പാണ്ഡെ എടുത്ത് കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഭൂമി ചുറ്റുന്നത് അവൻ അപ്പോഴാണ് നേരിട്ട് കണ്ടത്. ഇതിനുശേഷം മാസ്റ്റർ ഷിഫു പറയാണ്, എതിരാളിയുടെ വീക്ക്നെസ് അതെന്താണ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പോരാടണം. അടി കൊണ്ട് അങ്ങനെ നിലത്ത് വീണ സമയത്ത് പാണ്ഡ പറയാണ്, അടി കൊണ്ട് നിലത്ത് വീണാലും തോൽവി സമ്മതിക്കാത്തവനാണ് യഥാർത്ഥ യോദ്ധാവ്. ഇത് കേട്ടപ്പോൾ ഷിഫുവിന് ദേഷ്യം വരികയാണ്. ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ഡോറും പൊളിച്ചുകൊണ്ട് അവൻ താഴേക്ക് തെറിച്ചു പോയി വീഴുന്നുണ്ട്. എല്ലാവരും ഓടി വന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ടൈഗ്രസ് പറയാണ്, അവന് ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരില്ല. എന്നാൽ മാസ്റ്റർ മങ്കി പറയണ, മിക്കവാറും അവൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ പാണ്ഡ എങ്ങനെയൊക്കെയോ വലിഞ്ഞു കയറി മുകളിലേക്ക് വന്നിട്ടുണ്ട്. ദേഹത്ത് നല്ല ഒടിവും ചതവും ഉണ്ടായതുകൊണ്ട് തന്നെ മാൻഡിസ് അവന്റെ പുറത്ത് അക്യുപഞ്ചർ ആ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് മര്യാദക്ക് ചെയ്യാനൊന്നും മാൻഡിസിന് അറിയില്ല. ഈ സമയത്ത് പാവം നമ്മുടെ പാണ്ഡ ഒരുപാട് വിഷമിച്ചുകൊണ്ട് എല്ലാവരോടും പറയാണ്, എന്നെ ഗുരുവിന് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു പാമ്പുണ്ടല്ലോ, അതായത് വൈപ്പർ, അവര് പറയാണ്, നമ്മുടെ മാസ്റ്റർ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ശിഷ്യന്മാരോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ടൈഗ്രസും വരുന്നുണ്ട്. എന്താണ് മാസ്റ്റർ ഷിഫുവിന് സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം വാതിൽ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയുടെ മുന്നിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന തായ്ലങ്ങിനെ ആരും കൊണ്ടുവച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അവനോട് വല്ലാത്തൊരു വാത്സല്യം ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അവന് കുൻഫുവിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. വളർന്നു വലുതായി അവൻ നല്ലൊരു യോദ്ധാവായി മാറി. എന്തിനു പറയണം, മാസ്റ്റർ ഷിഫുവിന്റെ എല്ലാ വാത്സല്യവും അവന് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. ഒരു ദിവസം ഗ്രാൻഡ് മാസ്റ്റർ ഓഗ്വയുടെ അടുത്ത് ചെന്നിട്ട് ആ ഡ്രാഗൺ സ്ക്രോൾ അവൻ ആവശ്യപ്പെട്ടു, അതായത് ഡ്രാഗൺ വാരിയർ ആകാൻ വേണ്ടി. എന്നാൽ അവന്റെ ഉള്ളിലെ ആ ഒരു ചീത്ത മനസ്സ് അത് ഉൾക്കാഴ്ചയിലൂടെ കാണാൻ പറ്റിയ ഗ്രാൻഡ് മാസ്റ്റർ ഓഗ്വെ അത് നിഷേധിച്ചു. ഇതിനുശേഷം തായ്ലങ് വളരെയധികം ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കില്ലറായിട്ട് മാറി. ഈ നാട്ടിൽ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. അവസാനം ഈ ഒരു ക്ഷേത്രം വരെ ആക്രമിച്ച് ഇവിടെ നിന്നും ആ ഒരു ഡ്രാഗൺ സ്ക്രോൾ എടുക്കാനായിട്ട് വന്നു. അതിനെ തടുക്കാനായിട്ട് മാസ്റ്റർ ഷിഫു ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെറുപ്പകാലത്തിലെ തായ്ലങ്ങിന്റെ ആ ഒരു ഓർമ്മകൾ അവൻ ഇട്ടുകൊടുത്തു. ഷിഫുവിനെ അവൻ ചതിച്ചു. അതുകൊണ്ട് തന്നെ ശ്രദ്ധ മാറിയ ഷിഫുവിനെ തായ്ലങ് അടിച്ചിട്ടു. പിന്നീട് ആ ഒരു ഡ്രാഗൺ സ്ക്രോൾ അത് എടുക്കാൻ വേണ്ടി പോയ അവനെ തടുത്തത് ഗ്രാൻഡ് മാസ്റ്റർ ഓഗ്വയാണ്. മർമ്മവിദ്യയിലൂടെ അവനെ കീഴ്പ്പെടുത്തി അവനെ ജയിലിലേക്ക് അയച്ചത് മാസ്റ്റർ ഓഗ്വയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം മാസ്റ്റർ ഷിഫു തന്റെ ശിഷ്യന്മാരോട് വാത്സല്യം കാണിക്കാറില്ല. ആ ഒരു വാത്സല്യം അത് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെന്ന് ടൈഗ്രസ് പറയാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു യഥാർത്ഥ ഡ്രാഗൺ വാരിയറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നുപെട്ടത് നിന്നെ പോലെ ഒരു മണ്ടനാണല്ലോ പാണ്ഡെ. ഇത് പറഞ്ഞ സമയത്ത് പാണ്ഡെ നമ്മുടെ ടൈഗ്രസിനെ നോക്കിയിട്ട് കൊഞ്ഞലം കുത്തണം എന്നിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ടൈഗ്രസ് അവനിട്ട് ഒരേറ്റ വീക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മാൻഡിസ് അവന്റെ തലയിൽ വന്ന് ഇരുന്നിട്ട് പറയണ, അടിക്കല്ലേ അടിക്കല്ലേ, സൂചി കുത്തിയാൽ മർമ്മം ഒന്ന് മാറിപ്പോയതാണ്, അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ കോടി നിൽക്കുന്നത്, അല്ലാതെ അവൻ കൊഞ്ഞലം കുത്തിയതല്ല. പാവം നമ്മുടെ പാണ്ഡ എന്തൊക്കെയായി ഇവിടെ വന്ന് അനുഭവിക്കുന്നത്. ഈ സമയത്ത് ആ ഒരു പറവദൂതൻ മാസ്റ്റർ ഷിഫുവിന്റെ അടുത്തേക്ക് ആ കാര്യം വന്ന് പറയാണ്, തായ്ലങ് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് മാസ്റ്റർ ഷിഫു ഓഗ്വയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ആ വിവരം പറയാണ്, മാസ്റ്റർ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തായ്ലങ് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഓഗ്വേ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഉൾക്കാഴ്ചയിലൂടെ എനിക്ക് പലതും കാണാൻ കഴിയും, അതുപോലെ തന്നെ അവൻ രക്ഷപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നീ തയ്യാറാക്കേണ്ടത് ഒരു ഡ്രാഗൺ വാരിയറെയാണ്. പക്ഷെ മാസ്റ്റർ നിങ്ങൾ ആരെയാണ് എനിക്ക് വേണ്ടി തന്നിരിക്കുന്നത്? ആ മണ്ടനായ പാണ്ഡെ, അവനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. എന്നാൽ ഓഗ്വേ പറയാണ്, ഷിഫു നിന്നെ കൊണ്ട് തായ്ലങ്ങിനെ പോലെ ഒരു യോദ്ധാവിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ നിന്നെ കൊണ്ട് ഈ പാണ്ഡെ ഒരു ഡ്രാഗൺ വാരിയർ ആക്കാനും കഴിയും. അതുപോലെ ഈ ഭൂമിയിൽ എന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്തായാലും പോവാണ്. ഇനി ഈ ക്ഷേത്രവും ഈ
വിദ്യാലയവും എല്ലാം നോക്കി നടത്തേണ്ടത് നീയാണെന്ന് പറഞ്ഞിട്ട് ആ വടി അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വരാനിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, നിന്റെ കഴിവിൽ നീ വിശ്വസിക്കുക. ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ പൂക്കൾ അതെല്ലാം പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ആ പൂക്കളുടെ ഇതളുകളുടെ ഇടയിലൂടെ ഗ്രാൻഡ് മാസ്റ്റർ വോഗ്വേ നമ്മുടെ ഷിഫുവിനോട് യാത്ര പറഞ്ഞ് അവിടുന്ന് കാണാതായി പോവാണ്. എന്നാൽ ഇതിനുശേഷം ഷിഫു ഒരുപാട് വിഷമിക്കുകയാണ്. മാസ്റ്റർ, നിങ്ങൾ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇതെല്ലാം നോക്കി നടത്തുക? എന്നെ കൊണ്ടാവുമെന്ന് തോന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ പാണ്ഡയാണെങ്കിൽ നല്ല അടിപൊളി നൂഡിൽസും കാര്യങ്ങളൊക്കെ ഫ്യൂരിയസ് ഫൈവ് ആ ഒരു ഗ്രൂപ്പിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എല്ലാവരും അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. മാത്രമല്ല പാണ്ഡ പറയാണ്, ഇതിനേക്കാൾ നന്നായിട്ട് ഒരു രഹസ്യക്കൂട്ടോട് കൂടിയിട്ട് എന്റെ തന്തയുണ്ടല്ലോ മിസ്റ്റർ പിങ്ക്, അയാൾക്ക് ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ടൈഗ്രസ് അവൾ ഈ സാധനമൊന്നും കഴിക്കുന്നില്ല. അവള് പറയാണ്, ഒരു യഥാർത്ഥ യോദ്ധാവിന് ഇതുപോലെയുള്ള കുറച്ച് ആഹാരം മതി. ഇതും പറഞ്ഞ കുറച്ച് നട്ട്സ് മാത്രം കഴിക്കുകയാണ്. എന്നാൽ പാണ്ഡ പറയാണ്, ഞാൻ ഇപ്പോഴും ഒരു യോദ്ധാവായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുറെ ചോറും കഞ്ഞിയും വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊന്തെടുത്ത് മോന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാസ്റ്റർ ഷിഫു വരികയാണ്. എല്ലാവരെയും നോക്കിയിട്ട്, നിങ്ങൾ എന്താ തമാശ കളിക്കുകയാണോ? ഇവിടെ എന്താ നടക്കുന്നതെന്ന് വല്ലതും അറിയുന്നുണ്ടോ നിങ്ങൾ? എന്താ സംഭവിച്ചത് മാസ്റ്റർ എന്നിട്ട് ടൈഗ്രസ് ചാടി എഴുന്നേൽക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു തായ്ലങ്. എന്നാൽ പിന്നെ അവനെ തടുക്കാനായിട്ട് ഞങ്ങൾ പോവാന്ന് ഈ ഒരു ഫ്യൂരിയസ് ഫൈവിലെ എല്ലാവരും പറയാണ്. എന്നാൽ മാസ്റ്റർ ഷിഫു പറയാണ്, അത് നിങ്ങളുടെ ചുമതലയല്ല, അതിവന്റെ ചുമതലയാണ്. ഡ്രാഗൺ വാരിയർ അവനാണ് തായ്ലങ്ങിനെ തടുക്കേണ്ടത്. ഇതും പറഞ്ഞ് നമ്മുടെ പാണ്ഡെ നോക്കിയ സമയത്ത് അവൻ ഓടി. അവൻ നേരത്തെ തായ്ലങ്ങെന്ന് കേട്ടപാടെ ഓടിയിട്ടുണ്ട്. ഞാനില്ല സാമിയെ എന്ന് പറഞ്ഞിട്ട് അവൻ നേരത്തെ ഓടിയിട്ടുണ്ട്. എന്നാൽ മാസ്റ്റർ ഷിഫു അവനെ വെറുതെ വിടുവോ? ഇല്ല, അവിടെ നിൽക്ക് പരിശീലനം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണം. എന്നാൽ പാണ്ഡ പറയണത്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എന്നെ പുറത്താക്കാനായിട്ട് നിങ്ങൾ പലതവണ ശ്രമിച്ചല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ തടുക്കാൻ നോക്കുന്നത്? അതുപോലെ മാസ്റ്ററെ, നിങ്ങൾ വിചാരിച്ചാൽ എന്തായാലും എന്നെ ഒരു ഡ്രാഗൺ വാരിയർ ആക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെ ആ ഒരു കാര്യത്തിൽ പ്രതീക്ഷയില്ല. എന്നാൽ മാസ്റ്റർ ഷിഫു പറയാണ്, എന്റെ ഗുരുവിന് ആ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ്. തായ്ലൻ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവന് തടുക്കാനായിട്ട് നീ തയ്യാറാവണം. എന്നാൽ പാണ്ഡ പറയാണ്, മാസ്റ്ററെ, നിങ്ങളൊരു 100 വർഷം എന്നെ ട്രെയിൻ ചെയ്താലും ഞാനൊരു ഡ്രാഗൺ വാരിയർ ആവൂ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ മാസ്റ്റർ ഷിഫു ആകെ നിരാശനാവുകയാണ്. അവിടുന്ന് തിരിച്ചു പോവാണ്. ഈ കാര്യങ്ങൾ മുകളിൽ നിന്ന് മാറി കാണുന്നുണ്ട് ടൈഗ്രസ് കാണാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി. തായ്ലങ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അവനെ തടുക്കേണ്ട ചുമതല എനിക്ക് കൂടി ഉണ്ട്. അതുകൊണ്ട് ആ രാത്രിയിൽ തന്നെ തായ്ലങ്ങിനെ തടുക്കാനായിട്ട് ടൈഗ്രസ് പോവാണ്. അവളുടെ പിന്നാലെ തന്നെ ഫ്യൂരിയസ് ഫൈവ്, അതിലെ ബാക്കി 4 ആൾക്കാരും പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മാസ്റ്റർ ഷിഫു ഇപ്പോൾ നമ്മുടെ പാണ്ഡയെ നോക്കി വന്നപ്പോൾ എല്ലാവരുടെ മുറിയിലും എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ടോ അത് മുഴുവൻ അടിച്ചു മാറ്റി കുത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് പാണ്ഡ. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന മാസ്റ്റർ ഷിഫുവിനോട് പാണ്ഡ പറയാണ്, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തും തിന്നും, അതിനുവേണ്ടി എന്തും കാണിക്കുന്നവരാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷിഫു അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ആയിട്ട് ആ ഷെൽഫില്ലേ, മുകളിലെ ഷെൽഫ്, അതിന്റെ മുകളിലായിട്ട് നമ്മുടെ മാസ്റ്റർ മങ്കി എന്തോ അണ്ടിപ്പരിപ്പേറ്റം വെച്ചിട്ടുണ്ട്. അതെടുത്ത് തിന്നാൻ നിൽക്കരുത്, അവന് ഭയങ്കര ദേഷ്യം എന്ന് പറയാണ്. ഈ പാണ്ഡ പറയാണ്, ഒരിക്കലും തിന്നില്ല. എന്തായാലും ഷിഫു അവിടുന്ന് പോകുന്നത് പോലെ കാണിച്ച് വാതിലിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. പോയി കഴിഞ്ഞു എന്ന് ബോധ്യമായി ഉടനെ തന്നെ പാണ്ഡ ചാടി കയറിയിട്ട് മുകളിൽ നിന്നും ആ ഒരു അണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഷിഫു വന്ന് നോക്കുമ്പോൾ 2 കാലും അകത്തി വെച്ച് മുകളിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ഷിഫു ആകെ അത്ഭുതപ്പെട്ടു പോയി. നീ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊക്കെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് പാണ്ഡയോട് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു പറയണം. ഇപ്പൊ മാസ്റ്റർ ഷിഫുവിന് ഒരു ഐഡിയ കിട്ടി. അവനെയും കൂട്ടിക്കൊണ്ട് കുംഫു പഠിപ്പിക്കാനായിട്ട് നേരെ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ വെച്ചാണ് ഗ്രാൻഡ് മാസ്റ്റർ വോഗ്വേക്ക് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്, അതിന്റെ റെസ്പെക്ട് നീ ഈ സ്ഥലത്തിന് കൊടുക്കണം. പിന്നെ മാസ്റ്റർ വോഗ്വേ എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു ആയോധന വിദ്യകൾ അത് ഞാൻ പഠിച്ചു, എന്റെ 5 ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ രീതിയിൽ നിനക്ക് പറഞ്ഞു തന്നിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു പാത്രം നിറയെ കുഴക്കട്ടയുമായിട്ട് മാസ്റ്റർ ഷിഫു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നീട് ആ ഭക്ഷണം വെച്ച് അവനെ പരിശീലിപ്പിക്കാൻ തുടങ്ങാണ്. ഈ പുഷപ്പെല്ലാം അടിക്കുന്ന സമയത്ത് വായുടെ ഭാഗത്തായിട്ട് ഫുഡ് വെച്ച് കൊടുക്കും, എന്നിട്ട് വയറിന്റെ ഭാഗത്ത് കണലും വെക്കും. അങ്ങനെ ആ രീതിയിൽ ഒരുപാട് ഭക്ഷണം വെച്ചുകൊണ്ട് തന്നെ അവനെ പരിശീലിപ്പിക്കുകയാണ്. അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ഒരുപാട് സമയം വേണ്ടി വരും. കുറെ വിഷ്വലൊക്കെ ഞാൻ വെച്ചിരുന്നുണ്ട്. ഈ പറയുന്നതിനിടയിൽ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടോ? അങ്ങനെ അവസാനം ഭക്ഷണത്തിലൂടെ അവനെ പറ്റിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മാസ്റ്റർ ഷിഫു അവനെ ട്രെയിൻ ചെയ്ത് അവനെ ഒരു യോദ്ധാവാക്കി മാറ്റുകയാണ്. ഇത്രയും നാളത്തെയും പോലെ വെറൊരു പാണ്ഡയല്ല, അവനിപ്പോ കുംഫു പാണ്ഡയാണ്. ഇതിനുശേഷം ഒരു പാത്രത്തിൽ നിറയെ കൊഴുക്കട്ട നിറച്ചു വെച്ചിട്ട് ഇതിൽ പറ്റുവാണെങ്കിൽ ഒരെണ്ണെങ്കിലും നീ എടുത്ത് തിന്നെന്ന് പറയണം. അതിനെന്താ, ഇത് സിമ്പിൾ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരെണ്ണം അവൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നിൽ പോലും തൊടാൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. അതായത് സ്റ്റിക്ക് ഉപയോഗിച്ച് കൊഴുക്കട്ട അവനെടുക്കും, പക്ഷേ വായിലേക്ക് വെക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അതിനു മുന്നേ ആ സ്റ്റിക്കിൽ നിന്നും കൊഴുക്കട്ട കാണാതാവും. അത്രയും വേഗത്തിൽ ഷിഫു അത് അടിച്ചു മാറ്റാണ്. ഇതിങ്ങനെ പലതവണ ആയപ്പോൾ നമ്മുടെ പാണ്ഡയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ ആ ഒരു ബോൾ മുഴുവനായിട്ട് തട്ടി തെറിപ്പിക്കുകയാണ്. എല്ലാം കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ ഷിഫു ആണെങ്കിൽ ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ എല്ലാം
എയറിൽ വെച്ച് തന്നെ തിന്നാണ്. ഒരെണ്ണം പോലും അല്ല, ഒരെണ്ണം ബാക്കി വെച്ചു. അതിപ്പോ എങ്ങനെയൊക്കെയോ നമ്മുടെ പാണ്ട പിടിച്ചു. അതെടുത്ത് അത് വായിലേക്ക് ഒരെണ്ണെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അണ്ണാക്കിലേക്ക് ഇട്ട സമയത്ത് അവന്റെ വായിൽ ആ സ്റ്റിക്ക് ഇട്ടുകൊണ്ട് അത് പുറത്തേക്ക് ഇപ്പോൾ ഷിഫു ഇടുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരെണ്ണെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പാണ്ട ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അവൻ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ച എല്ലാ വിദ്യയും അവിടെ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം മാസ്റ്റർ ഷിഫുവിന്റെ കയ്യിൽ നിന്നും ആ ഒരു കുഴക്കട്ട അവൻ മേടിക്കുകയാണ്. ഇപ്പൊ ഷിഫു പറയാണ്, നീ ആയിട്ട് എടുത്തതല്ലേ, നീ തന്നെ കഴിച്ചോന്ന്. എന്നാ പാണ്ട പറയാണ്, എനിക്കിതിപ്പോ വേണ്ട, അങ്ങയോട് എന്റെ ബഹുമാനം ഞാൻ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ മാസ്റ്റർ ഷിഫുവിന്റെ മുന്നിൽ നമ്മുടെ കുംഫു പാണ്ട വണങ്ങുകയാണ്. അങ്ങനെ അവസാനം ഒന്നിനും കൊള്ളാത്ത നമ്മുടെ പാണ്ഡ ഇപ്പോ കുംഫു പാണ്ഡയായി മാറിയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഫ്യൂരിയസ് 5 ഈ ഗ്രൂപ്പിൽപ്പെട്ട 5 പേരും ഇവര് നേരെ ഇപ്പോ നമ്മുടെ തായ്ലങ്ങിനെ തടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയല്ലോ. അങ്ങനെ അവര് നേരിട്ട് കണ്ടുമുട്ടുന്നത് ഒരു തൂക്കുപാലത്തിൽ വെച്ചാണ്. അങ്ങനെ ഇവർ 5 പേരും ആ ഒരു തൂക്കുപാലത്തിൽ വെച്ച് തന്നെ തായ്ലങ്ങിനെ തടുക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ അവന്റെ ആ ഒരു അഭ്യാസത്തിന് മുന്നിൽ ഇവർക്ക് 5 പേർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ 5 പേരും കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അവസാനം ആ ഒരു തൂക്കുപാലത്തിൽ നിന്നും അവനെ താഴേക്ക് വലിച്ചെറിയാണ്. എന്നാൽ ആ കയറിൽ തൂങ്ങി അടിച്ചുകൊണ്ട് തന്നെ അവൻ നേരെ മുകളിലേക്ക് വന്ന് കയറുകയാണ്. എന്നിട്ട് പറയാണ്, മാസ്റ്റർ ഷിഫു എല്ലാ കാര്യവും നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്നാൽ മർമ്മവിദ്യ അത് പഠിപ്പിച്ചിട്ടില്ല തോന്നുന്നു. ഇതും പറഞ്ഞ് പെട്ടെന്ന് തന്നെ തായ്ലങ് ഓരോരുത്തരുടെയും വീക്ക് പോയിന്റ് ഉണ്ടല്ലോ അതിൽ തൊട്ടുകൊണ്ട് എല്ലാവരെയും അവിടെ തളർത്തിയിരുത്തി കളിയാണ് നമ്മുടെ മാസ്റ്റർ ക്രെയിൻ ഒഴികെ, അതായത് ആ ഒരു കൊക്ക്. ഇതേ നേരം ടെമ്പിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പാണ്ഡയുടെ ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാസ്റ്റർ ഷിഫോയും പാണ്ഡയും കൂടെ ടെമ്പിളിലേക്ക് വന്ന സമയത്ത് പാവം നമ്മുടെ മാസ്റ്റർ ക്രെയിന് ബാക്കിയുള്ളവരെയും തൂക്കിക്കൊണ്ട് എങ്ങനെയൊക്കെയോ ഇങ്ങോട്ടേക്ക് വരികയാണ്. മർമ്മത്ത് തൊട്ടുകൊണ്ട് ഇവരെല്ലാവരെയും തായ്ലങ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ മർമ്മത്ത് തൊട്ടുകൊണ്ട് തന്നെ മാസ്റ്റർ ഷിഫു ആ ലോക്ക് അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ടൈഗ്രസ് പറയുന്നുണ്ട്, അവന്റെ വേഗതയുടെ മുന്നിൽ ഞങ്ങൾക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, എന്തോ ഭാഗ്യത്തിനാണ് അവൻ ഞങ്ങളെ കൊല്ലാതെ വെറുതെ വിട്ടത്. ഈ സമയത്ത് മാസ്റ്റർ ഷിഫു പറയാണ്, അവൻ വെറുതെ ഒന്നുമല്ല നിങ്ങളെ കൊല്ലാതെ വിട്ടത്, അവനെ കുറിച്ച് ഇവിടെ വന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള ഡ്രാഗൺ വാരിയർ അവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും നമ്മുടെ പാണ്ഡയ്ക്ക് ഒരു വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. തായ്ലങ്ങിനെ നേരിടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോഴും അവനില്ല. ഇതേ സമയത്ത് തന്നെ മാസ്റ്റർ ഷിഫു പറയുന്നുണ്ട്, അവന്റെ കയ്യിൽ ഇല്ലാത്ത ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ഡ്രാഗൺ സ്ക്രോൾ. പിന്നീട് മാസ്റ്റർ ഷിഫു അദ്ദേഹത്തിന് ആ ഒരു കഴിവുകൊണ്ട് മുകളിലെ ഡ്രാഗൺ ശില്പത്തിന്റെ വായിലുണ്ടായിരുന്ന ആ ഡ്രാഗൺ സ്ക്രോൾ അത് താഴേക്ക് എടുക്കുകയാണ്. എന്നിട്ട് പാണ്ഡയ്ക്ക് കൊടുത്തിട്ട് പറയാണ്, ഒരു കല്ലിനെ വരെ അടിച്ച് ഭസ്മമാക്കാനുള്ള ശക്തി ഈ ഒരു ഡ്രാഗൺ സ്ക്രോളിലൂടെ നിനക്ക് കിട്ടാൻ പോവാണ്. ഒരുപാട് വിദ്യകൾ ഇത് ഉപയോഗിച്ച് നിനക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അത് കയ്യിൽ കിട്ടിയ പാടേന് നമ്മുടെ പാണ്ഡ പല്ലും നഖമൊക്കെ ഉപയോഗിച്ച് അതിന്റെ മൂടി തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. എന്നാൽ മാസ്റ്റർ ഷിഫു അത് വളരെ നിസാരമായിട്ട് തുറന്ന് അത് അവന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാണ്ഡ ആ ഡ്രാഗൺ സ്ക്രോൾ അത് തുറക്കുകയാണ്. മാത്രമല്ല അതിനുള്ളിൽ കണ്ട ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. അതൊന്നും മാസ്റ്റർ ഷിഫുവിനോട് നോക്കാൻ പറയാണ്. ആദ്യമൊന്നും അത് നോക്കാൻ ഷിഫു കൂട്ടാക്കിയില്ല. അതായത് പാണ്ഡ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് അതിൽ ഞെട്ടിക്കാൻ മാത്രം ഒന്നുമില്ല, ശൂന്യാണ്. അത് കണ്ടാണ് പാണ്ഡ ഞെട്ടിയത്. വേഗം തന്നെ ഷിഫുവും അതിലേക്ക് നോക്കുകയാണ്. ശരിയാണല്ലോ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഊഗ്വേ അപ്പൊ നമ്മളോട് നുണ പറഞ്ഞതാണോ? അതായത് ഷിഫുവിന്റെ തന്നെ മാസ്റ്റർ ആയിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഊഗ്വേ. എന്നാൽ പെട്ടെന്ന് തന്നെ ഷിഫു ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഊഗ്വേ ഇങ്ങനൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 1000 അർത്ഥങ്ങളുണ്ടാവും. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല അത് നമുക്ക് തന്നെയാണ്. തൽക്കാലം ഇങ്ങോട്ടേക്ക് വരുന്ന തായ്ലങ്ങിനെ ഞാൻ തടുത്തു നിർത്തിക്കോളാം. എന്തായാലും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നു പറയണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഈ ഫ്യൂരിയസ് 5 5 പേരും അതുപോലെ തന്നെ നമ്മുടെ കുംഫു പാണ്ഡയും കൂടെ എല്ലാവരും കൂട്ടി ഈ നാട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പാണ്ഡയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ അച്ഛനായിട്ടുള്ള മിസ്റ്റർ പിങ് പറയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു കട മറ്റൊരു നാട്ടിൽ പോയിട്ട് തുടങ്ങാന്ന് പറയണം. ഇതേ നേരം തന്നെ കുംഫു പാണ്ഡ പറയാണ്, എന്റെ പൊന്നച്ച, ഈ കൊടുങ്കാട്ടിൽ ആന പോയപ്പോ അപ്പാപ്പന്റെ കോണം പോയ കഥ പറയല്ലേ, അതുപോലെ തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങൾ എന്റെ അച്ഛൻ തന്നെയാണോ? അതുപോലെ നിങ്ങൾ പറയുന്ന ആ ഒരു രഹസ്യ കൂട്ട് അതൊന്നും ഇതുവരെയായിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ സമയത്ത് അവന്റെ അച്ഛൻ മിസ്റ്റർ പിങ്ക് പറയാണ്, മോനെ, യഥാർത്ഥത്തിൽ രഹസ്യക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, പക്ഷേ ഇതിൽ രഹസ്യക്കൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ആ ഒരു വാക്കിന്റെ പുറത്താണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് പാണ്ഡയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. വേഗം തന്നെ ആ ഒരു ഡ്രാഗൺ സ്ക്രോൾ ഓപ്പൺ ആക്കുകയാണ്. അവൻ അതിനുള്ളിൽ എഴുതിയ കാര്യങ്ങളിൽ വിശ്വസിക്കുകയാണ്. അവൻ അതിലേക്ക് നോക്കിയപ്പോൾ അവനെ തന്നെ കാണുകയാണ്. ഇപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ ഊഗ്വേ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം പാണ്ഡയ്ക്ക് മനസ്സിലാവുന്നത്. കോൺഫിഡൻസ് അത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. ഇതേ നേരം തന്നെ ടെമ്പിളിലേക്ക് അവിടെ ആക്രമിച്ച് അവിടുന്ന് ആ ഒരു ഡ്രാഗൺ സ്ക്രോൾ അത് എടുക്കാനായിട്ട് തായ്ലങ് വന്നിട്ടുണ്ട്. എന്നാൽ അവനെ തടുക്കാനായിട്ട് തന്നെ അവിടെ ആരുണ്ട്? നമ്മുടെ മാസ്റ്റർ ഷിഫു ഉണ്ട്. ഷിഫു ഒരു കാര്യം പറയുന്നുണ്ട്. അവസാനമായിട്ട് തായ്ലങ്, ഞാൻ നിന്നോട് പറയാണ്, ഇവിടെ വിട്ട് നീ പോണെന്ന്. എന്നാൽ തായ്ലങ് അവന്റെ ഗുരുവായിട്ടുള്ള മാസ്റ്റർ ഷിഫുവിനെ തന്നെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട്, നിങ്ങൾ ആദ്യം ആയുധം എടുക്കുക, നമുക്ക് പോരാടാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പോരാട്ടം തുടങ്ങുകയാണ്. ശക്തമായിട്ടുള്ള 2 ആൾക്കാർ തമ്മിലുള്ള ശക്തമായ പോരാട്ടം എന്ന് പറയാം. ഇതിനിടയിൽ തായ്ലങ് പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ ഈ ഡ്രാഗൺ വാരിയർ ആവാനുള്ള ആഗ്രഹം അതെനിക്കില്ലായിരുന്നു. എന്നാൽ എന്റെ ഉള്ളിലേക്ക് ആ ആഗ്രഹം നുള്ളിയിട്ട് തന്നത് നിങ്ങളാണ്. നിങ്ങൾ കാരണമാണ് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായത്. അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ഊഗ്വേ എന്നെ ഒരു ഡ്രാഗൺ വാരിയർ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ ഷിഫു, മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിച്ച നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഈ സമയത്ത് തായ്ലങ്ങിനോട് ഷിഫു പറയാണ്, ശരിയാണ്, അന്ന് ഗുരുവിനെ എതിർത്തുകൊണ്ട് ഞാൻ ഒരു വാക്കും പറഞ്ഞില്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ ചെറുപ്പകാലത്തിൽ നിന്നെ ആലോചിച്ചിട്ട് അഭിമാനം കൊള്ളാത്ത ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ നീ വളർന്ന് വലുതായി
വലുതായിട്ട് നിന്റെ ഉള്ളിൽ ആ ഒരു അത്യാർത്തി അത് കൂടിയ സമയം മുതലാണ് എന്റെ വാത്സല്യം അതൊരു വെറുപ്പായി മാറിയത്. ഒരിക്കലും നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഡ്രാഗൺ വാരിയർ ആകാൻ കഴിയില്ല, അതുപോലെ തന്നെ ഡ്രാഗൺ സ്ക്രോൾ അത് നിന്റെ കയ്യിൽ കിട്ടൂല. എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ തീർന്നു പറഞ്ഞിട്ട് തായ്ലങ് കയ്യിൽ ഒരു പ്രത്യേകതരം തീ പോലെ എന്തോ ഒരു സാധനം വരുത്തിച്ച് മാസ്റ്റർ ഷിഫുവിനെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. മാത്രല്ല അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് തായ്ലങ് ചോദിക്കുകയാണ്, എവിടെയാണ് ആ ഒരു ഡ്രാഗൺ സ്ക്രോൾ? ഇപ്പൊ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത മാസ്റ്റർ ഷിഫു പറയാണ്, ആ ഡ്രാഗൺ സ്ക്രോൾ അതുമായിട്ട് എന്റെ ശിഷ്യര് ഡ്രാഗൺ വാരിയർ ഇവരെല്ലാം ഈ ഒരു ചൈന ദേശം തന്നെ ഇപ്പൊ വിട്ടിട്ടുണ്ടാവും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു വിളി കേൾക്കുന്നത്, ഏയ് എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. നോക്കുമ്പോ എന്താ തായ്ലങ് അവനോടുള്ള ആ ഒരു പേടിയെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ കുംഫു പാണ്ഡ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ആ ഒരു ഡ്രാഗൺ സ്ക്രോളും ഉണ്ട്. ഇപ്പൊ അവനോട് പറയണം, എടാ നീ തേടി വന്ന സാധനം ഇതല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ ഇത് മേടിക്കടാന്ന് പറയണം. എന്നാൽ നമ്മുടെ പാണ്ഡയെ കണ്ട സമയത്ത് ഈ തായ്ലങ്ങിന് ചിരി വരികയാണ്, നീയാണോടാ ഡ്രാഗൺ വാരിയർ? ആടാ ഞാൻ തന്നെയാ ഡ്രാഗൺ വാരിയർ, ധൈര്യം ഉണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് വന്ന് മേടിച്ചെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. തായ്ലങ് പാഞ്ഞു വരികയാണ്, ഒരേറ്റ അടിയാണ്. അടി കൊണ്ട് പാവം നമ്മുടെ പാണ്ഡ തെറിച്ചു പോകുന്നുണ്ട്. തായ്ലങ്ങിന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു സ്ക്രോൾ കിട്ടുന്നുണ്ട്. എന്നാൽ അടി കൊണ്ട് തെറിച്ചു പോയ പാണ്ഡ റിട്ടേൺ അടിച്ച് വരികയാണ് കേട്ടോ. നേരെ പോയിട്ട് തായ്ലങ്ങിന്റെ മേത്താണ് തട്ടുന്നത്. നമ്മുടെ കുംഫു പാണ്ഡയാണെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്തൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊക്കെ അങ്ങോട്ട് സംഭവിച്ചു പോയി. അങ്ങനെ രണ്ടുപേരും കൂടെ ഉരുണ്ട് താഴേക്ക് പോകുന്നുണ്ട്. നമ്മുടെ പാണ്ഡയ്ക്കാണെങ്കിൽ നല്ല വെയിറ്റ് ആണ്. തായ്ലങ്ങിന് ആ ഒരു വെയിറ്റ് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല. പാണ്ഡയുടെ ചന്തി വരെ പാവം നമ്മുടെ തായ്ലങ്ങിന്റെ തലയിൽ അമർന്നു പോകുന്നുണ്ട്. ഒരു വിധത്തിൽ അതിന്റെ ഇടയിൽ നിന്നും തായ്ലങ്ങ് രക്ഷപ്പെട്ട് വന്ന് അവനോട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഇതേ നേരം തന്നെ മുളങ്കമ്പ് കൊണ്ടും ഈ നൂഡിൽസ് കഴിക്കുന്ന പാത്രം കൊണ്ടൊക്കെ പാണ്ഡ നന്നായിട്ട് തന്നെ തായ്ലങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതായത് അവന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു, ആ പേടി ഇപ്പൊ അത് പോയി കിട്ടിയിട്ടുണ്ട്. കാരണം ഡ്രാഗൺ സ്ക്രോൾ എന്ന് പറയുന്ന സാധനം എക്സ്ട്രാ ശക്തിയൊന്നും കൊടുക്കില്ല. പക്ഷേ മാസ്റ്റർ അതായത് ഗ്രാൻഡ് മാസ്റ്റർ വോഗ്വേ പറഞ്ഞതുപോലെ തന്നെ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയുകയാണെങ്കിൽ യെസ് അതാണ് നിങ്ങളുടെ ശക്തി, അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് കുംഫു പാണ്ഡ ഇപ്പോൾ തായ്ലങ്ങിനോട് ഫൈറ്റ് ചെയ്യുന്നത് വരെ. ഇതേ നേരം ആ ഒരു സ്ക്രോളർ ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്ന ഗോപുരത്തിന്റെ മുകളിലേക്ക് പാണ്ഡ ഒരൊറ്റ ഏറിയാണ്. എന്നാൽ അതിന്റെ മുകളിലേക്ക് അങ്ങനെ കയറാനൊന്നും പാണ്ഡയ്ക്ക് കഴിയില്ല. എന്നാൽ ആ സ്ക്രോളർ അതൊരു ഭക്ഷണമായിട്ട് അവൻ കരുതുകയാണ്, നല്ല വലിയ കൊഴുക്കട്ടയായിട്ട്. ഭക്ഷണത്തിന്റെ കാര്യം വന്നാൽ പിന്നെ വേറൊരു എനർജിയും അഡ്രിനാലിനും നമ്മുടെ പാണ്ഡയ്ക്ക് വേണ്ട, അത് മതി. അപ്പൊ അത് ഭക്ഷണമാണെന്ന് കരുതി അങ്ങോട്ടേക്ക് പാഞ്ഞു കയറുമ്പോൾ ഇത് കണ്ട തായ്ലങ് വിചാരിക്കുകയാണ് ആ ഒരു സ്ക്രോളർ അതാണ് പാണ്ഡയ്ക്ക് ശക്തി കൊടുക്കുന്നത്, എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം. അവന് കഷ്ടപ്പെട്ട് തായ്ലങ്ങും ഈ പാണ്ഡയുടെ കൂടെ മുകളിലേക്ക് കയറിയിട്ട് രണ്ടുപേരെയും കൂടെ, അതായത് ഈ സ്ക്രോളറും പാണ്ഡയും രണ്ടിനെയും കൂടെ എടുത്ത് താഴേക്ക് എറിയാണ്. എന്നിട്ട് അവനും താഴേക്ക് എടുത്ത് ചാടി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവസാനം പാണ്ഡയുടെ കയ്യിൽ നിന്നും തായ്ലങ് ആ ഒരു സ്ക്രോളർ കൈക്കലാക്കുകയാണ്. വേഗം തന്നെ അത്യാർത്തിയോട് കൂടിയിട്ട് അവൻ ആ ഒരു സ്ക്രോളർ അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതെന്താ ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തത്? ആ ശക്തി എവിടെ? ആ ശക്തി എനിക്ക് വേണം. ഇപ്പൊ പാണ്ഡ പറയാണ്, എടാ നീ വിചാരിക്കുന്നത് പോലെ അതിനുള്ളിൽ യാതൊരു ശക്തിയില്ല, ആ ശക്തി അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കണ്ട് ദേഷ്യം വന്ന തായ്ലങ്ങാണെങ്കിൽ നമ്മുടെ പാണ്ഡയെ ആ ഒരു മർമ്മവിദ്യ ഉപയോഗിച്ച് തളർത്തി കിടക്കാൻ നോക്കുക. എന്നാൽ അങ്ങനെ ഒരു പരിപാടി ചെയ്ത സമയത്ത് പാണ്ഡയ്ക്ക് ഇക്കിളിയാവാണ്. നീ എന്താ ഈ കാണിക്കുന്നത്? കിക്കിളിയാകല്ലേ എന്ത് കിക്കിളിയാവേ? ഇതില് ദേഷ്യം വന്ന നമ്മുടെ തായ്ലങ്ങാണ് സർവ്വശക്തി എടുത്ത് ഒരേറ്റ അടിയാണ് അവന്. എന്നാൽ അടി കൊണ്ടപ്പോ റബ്ബർ പോലെ അവൻ കിടന്ന് ഇങ്ങനെ ഇളകുകയാണ്. എന്നിട്ട് അതേ ഫോഴ്സിൽ തന്നെ തായ്ലങ്ങിന് ഒരേറ്റ അടിയാണ്. പാവം തായ്ലങ്ങ് തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇതിനുശേഷം അവന്റെ കലിപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട്. പിന്നീട് ഭയങ്കര സീരിയസ് ആയിട്ട് വന്ന് ഫൈറ്റ് ചെയ്യുന്ന തായ്ലങ്ങിന് മുന്നിൽ പാണ്ഡയാണെങ്കിലോ ഭയങ്കര കോമാളിയായിട്ട് നിസാരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം തായ്ലങ്ങ് അവന്റെ വാല് പിടിച്ച് അലക്കിയെടുക്കുകയാണ്. ഇതിനുശേഷം ആക്രോശിച്ച് കടിക്കാൻ വരുന്ന തായ്ലങ്ങിന്റെ വായിലേക്ക് അവന്റെ തന്നെ വാല് വെച്ച് കൊടുക്കുകയാണ്. അവൻ തന്നെ നല്ല കടി കൊടുത്തപ്പോൾ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതേ നേരത്ത് പാണ്ഡ അവന്റെ ഡിക്കി വെച്ച് ഒരു തട്ട് കൊടുക്കുകയാണ്. നല്ല റബ്ബർ പന്ത് പോലെ കിടക്കുന്ന ഡിക്കിയാണ്. ഉന്ത് കിട്ടിയപ്പോ തായ്ലങ്ങ് തെറിച്ചു പോവാണേ. ഒരുപാട് ദൂരേക്ക് തെറിച്ചു പോകുന്നുണ്ട്. എന്നിട്ടും അവിടുന്ന് ആക്രോശിച്ച് പാഞ്ഞു വരികയാണ്. ഇത്തവണ പാണ്ഡ വെച്ച് കൊടുക്കുന്നത് അവന്റെ നല്ല ബഡാ കുംഭയുണ്ടല്ലോ, ആ കുംഭയാണ്. കുംഭ വെച്ച് ഒരൊറ്റ തട്ടാണ്. ആകാശത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. പിന്നീട് താഴെ വന്ന് വീഴുന്ന സമയത്ത് അവിടെ വലിയൊരു കുഴി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്തും തായ്ലങ്ങ് പറയണേ, എടാ തടിയാ, നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റില്ല. എന്നാൽ വെറും ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് മർമ്മവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തായ്ലങ്ങിനെ മലർത്തി അടിക്കുകയാണ്. അവിടെ വലിയൊരു ശക്തി തന്നെ ഉണ്ടാകുന്നുണ്ട്. ദൂരെ നിന്നും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു തായ്ലങ്ങിനെതിരെ പോരാടി മാസ്റ്റർ ഷിഫു ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുകയാണ്. എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള പൊടി, ആ പൊടികൾക്കിടയിലൂടെ ഒരു വാരിയർ നടന്നു വരുന്നുണ്ട്. നെഞ്ചിൽ പടച്ചട്ടയും അതുപോലെ തന്നെ തലയിൽ ഹെൽമെറ്റും വെച്ച ആ ഒരു വാരിയർ ആരാണ് ആ ഒരു ഡ്രാഗൺ വാരിയർ എന്ന് കരുതി എല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ പാണ്ഡയാണ് വരുന്നത്. എന്നാൽ ഇവർ കരുതിയതുപോലെ തലയിൽ ഹെൽമെറ്റ് ഒന്നും ആയിരുന്നില്ല, ചീനച്ചട്ടിയായിരുന്നു. അതുപോലെ നെഞ്ചിനാണെങ്കിൽ ആ ഒരു പടച്ചട്ടി ആയിരുന്നില്ല, പകരം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ അതായിരുന്നു. ഇതെല്ലാം ഒരു നിഴലിലൂടെ ഇവർ കണ്ടപ്പോൾ ഇതേതോ വലിയ വാരിയറാന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ യഥാർത്ഥ കോലം കണ്ടപ്പോൾ ഇവരൊക്കെ ഞെട്ടിപ്പോണ്. നമ്മുടെ പാണ്ഡനോ? പാണ്ഡു നീയാണോ ഇത്രയും വലിയൊരു വാരിയറായി മാറിയത്? എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ട്. ഇത്രയല്ല, മിസ്റ്റർ ബ്രിങ്ക് ഓടി വന്നിട്ട് മകനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതെന്റെ മകനാണ്, ഇവനാണ് ഡ്രാഗൺ വാരിയർ, അഭിമാനത്തോടു കൂടെ പറയാണ്. മാത്രമല്ല ഫ്യൂരിയസ് ഫൈവ് അവരഞ്ചു പേരും നമ്മുടെ പാണ്ഡയെ അവനെ ഒരു ലീഡറായിട്ട് തന്നെ കണക്കാക്കുകയാണ്. സ്വപ്നത്തിൽ ആദ്യം തന്നെ പാണ്ഡ കണ്ട കാര്യമാണിത്, ഫ്യൂരിയസ് ഫൈയുടെ മാസ്റ്റർ ആവണം എന്നുള്ളത്. ഈ നേരമാണ് മാസ്റ്റർ ഷിഫുവിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അതേ
കാര്യത്തിന് എന്ത് സംഭവിച്ചു? ഓടിച്ചെന്ന് ആ ഒരു ടെമ്പിളിൽ നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ഷിഫുവിനെ കാണുകയാണ്. വേഗം തന്നെ തട്ടി വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഷിഫു ചോദിക്കാണ്, ഫൈറ്റ് ചെയ്ത് നീയും മരിച്ചുപോയോ? അവന്റെ കൈകൾ കൊണ്ട് നമ്മൾ രണ്ടുപേരും മരിച്ചുപോയല്ലേ, എന്താ ചെയ്യാ, ഇതായിരുന്നു വിധി. ഇപ്പൊ നമ്മുടെ പാണ്ഡ പറയാണ്, ഇല്ല മാസ്റ്റർ, ഞാൻ അവന്റെ അടിച്ച് പരിപ്പ് വരെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ മരിച്ചിട്ടില്ല, അതുപോലെ മാസ്റ്ററും മരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോ മാസ്റ്റർ ഷിഫുവിന് സന്തോഷാവാണ്. ആണല്ലേ, എന്റെ ഗ്രാൻഡ് മാസ്റ്റർ ഓഗ്വേ, അദ്ദേഹമാണ് ഏറ്റവും വലിയ ശരി. അദ്ദേഹമായിട്ടാണ് കുംഫു പാണ്ഡ നിന്നെ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് ഭാവിയെ കാണാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അതായിരുന്നു എപ്പോഴും ശരി എന്ന് പറഞ്ഞിട്ട് പതിയെ പതിയെ മാസ്റ്റർ ഷിഫു കണ്ണടക്കുകയാണ്. ഇത് കണ്ട സമയത്ത് കുംഫു പാണ്ഡ കരയാൻ തുടങ്ങുകയാണ്. മാസ്റ്റർ നിങ്ങൾ പോകരുത്, എന്നെ വിട്ടു പോകരുത്, എന്നെ ഒറ്റയ്ക്കാക്കരുത് മാസ്റ്റർ, എന്റെ പൊന്നു മാസ്റ്റർ മരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പാണ്ഡ കരയുന്ന സമയത്ത് പെട്ടെന്ന് ഷിഫു കണ്ണു തുറക്കാണ്. പന്ന കഴിവറി മിണ്ടാതിരിക്കടാ, ക്ഷീണം കൊണ്ട് ഞാനൊന്ന് ഉറങ്ങിപ്പോയതാണ്, നീ ഇപ്പൊ പറഞ്ഞു എന്നെ കൊന്നുകളയായിരുന്നല്ലോ. ഇപ്പൊ ഒരു വളിച്ച ചിരിയും ചിരിച്ച് പാണ്ഡ ഗുരുവിന്റെ അടുത്ത് തന്നെ കിടക്കുകയാണ്. ഇപ്പൊ പാണ്ഡ പറയുന്നുണ്ട്, ഗുരുവേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, എന്നാ പിന്നെ എണീച്ച് വാടാ, എനിക്ക് ഞാൻ കുറച്ച് കൊഴുക്കട്ട തരാന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ കുറച്ച് കൊഴുക്കട്ട എടുത്തുകൊണ്ട് നേരെ പോവാണ്. എവിടെ? ആ ഒരു പീച്ച് മരം ഉണ്ടല്ലോ അതിന് ചോട്ടിൽ. അങ്ങനെ രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആ കൊഴുക്കട്ട അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ആഗ്രഹിച്ച ആ ഒരു വാത്സല്യം, മാസ്റ്റർ ഷിഫുവിന്റെ ആ ഒരു വാത്സല്യം, അത് നമ്മുടെ പാണ്ഡയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ തീരുകയാണ്. മാത്രമല്ല ഈ കഥയ്ക്ക് 2ാം ഭാഗമുണ്ട്, 3ാം ഭാഗമുണ്ട്, 4ാം ഭാഗം വരെയുണ്ട്. ഇതെല്ലാം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ. നമ്മൾ വരുന്ന ആഴ്ചകളിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വേണമെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയണം, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.